Yes. Good morning to all. Good morning, sir. Good morning. Shadi, after the class, okay. So, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിവിധ ഓക്കെ മെഹ്റൂ പറഞ്ഞുകൊണ്ടിരുന്നത് വിവിധ ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു. ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളിലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അതാണ്. യെസ്, ഇനി അത് തന്നെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഡു നോട്ട് എന്ന് കൂടി ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ നോട്ട് കളഞ്ഞിട്ട് ഡു എന്നുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മതി എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അത്രയുമാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ അകത്ത് നമ്മളത് പറഞ്ഞത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളത് പറഞ്ഞത്. ഇനി നമുക്ക് കീർത്തന ഓഫാക്കി ഓക്കെ ഞാൻ ഇവിടെ ചെയ്തു. യെസ്, അപ്പോ ഇനി നമ്മൾ പറയുന്നത് അതിന്റെ സിംഗുലർ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഇപ്പോ ഞാൻ രാവിലെ എഴുന്നേക്കാറുണ്ട്, അല്ല നിങ്ങൾ രാവിലെ എഴുന്നേക്കാറുണ്ട്. യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. നിങ്ങൾ എഴുന്നേക്കാറില്ല, യു ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. നിങ്ങൾ എഴുന്നേക്കാറുണ്ടോ, ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച സംഗതി. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കണം. അപ്പോ അങ്ങനെ എസ് ചേർക്കുമ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും എസ് ചേർക്കേണ്ടതില്ല എന്ന കാര്യവും നമ്മൾ സൂചിപ്പിച്ചു. എസ് ചേർക്കേണ്ടതില്ല എന്നുള്ള കാര്യവും നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഇനി നമുക്ക് ആ വാചകങ്ങളുടെ നെഗറ്റീവും ക്വസ്റ്റ്യനും മോഡലുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരാൾ നമുക്കറിയാം, അവൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാണെന്ന് നമുക്കറിയാം. അപ്പോ നമ്മളത് പറയും ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 6 o'clock in the morning. ഗെറ്റ് എന്നുള്ളതിന്റെ കൂടെ ഒരു എസ് എന്നും കൂടി ചേർക്കും, ഗെറ്റ്സ്. എന്തുകൊണ്ട് നമ്മൾ എസ് ചേർക്കാൻ കാരണം, ഹി എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പൊ ഹി കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെർബിന്റെ കൂടെ നമ്മൾ ഒരു എസ് എന്ന് കൂടി ചേർക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എന്താക്കുന്നു, ഹി ഗെറ്റ്സ് അപ്പ് എന്നാകും. ഗെറ്റ്സ് അപ്പ് ഗെറ്റ് എന്നുള്ളതിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്ത് ഗെറ്റ്സ് അപ്പ് എന്നാകും. ഓക്കെ, റെഡിയാണ്. ഹി ഗെറ്റ്സ് അപ്പ്. അപ്പൊ അവൻ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. ഇല്ല രശ്മി, പഠിക്കണ്ട, അതൊക്കെ ഞാൻ വേറെ പറഞ്ഞോളാം. ഓക്കെ. ഇത് നമ്മള് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 2 വാക്ക് സംസാരിക്കാനും ഒരു ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാനുമുള്ള ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് കുറെ അധികം എന്താ പറയാ പ്രോജക്റ്റ് ഓറിയന്റഡ്, അതായത് നിങ്ങളുടെ ഒരു ധൈര്യം, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്നു തോന്നുന്നു പറഞ്ഞില്ലേ. അപ്പോ ഈ കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കോൺഫിഡൻസ് അല്ല, വലിയ കോൺഫിഡൻസ് വന്നു എന്ന് പറയാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് റൈറ്റ്. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അവൻ എഴുന്നേക്കാറുണ്ട് എന്നുള്ളതിന് നമ്മൾ സൂചിപ്പിച്ചത് ഹി ഗെറ്റ്സ് അപ്പ് എന്ന് പറഞ്ഞു. ഇനി അവൻ എഴുന്നേൽക്കാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? അതിലേക്ക് എന്ത് തോന്നുന്നു? അവൻ എഴുന്നേൽക്കാറില്ല, അവൻ 6 മണിക്ക് എഴുന്നേൽക്കാറില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആര്യ വേണുഗോപാൽ, he don't get up 6 o'clock at morning. ഹി ഡോണ്ട് എന്ന് പറയും. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഡു നോട്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അവിടെ ഡു നോട്ട് പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ സവിത ഇവിടെ പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് ഹി ഡോണ്ട് ഗെറ്റ്സ് അപ്പ് എന്ന് പറയും.
ഗെറ്റ്സ് നമ്മളിവിടെ പറയാൻ കാരണം സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ആ വെർബിനോട് കൂടി ചേർക്കുന്ന എസ് അവിടെ നിന്ന് മാറ്റി ഡൂവിന്റെ കൂടെ ചേർക്കണം. എന്നിട്ടത് ഡസ് എന്ന് മാറ്റും. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ വരുമ്പോ ഹി ഡസ് നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയും. ഇതാണ് ശരി. അപ്പൊ അവിടെ ഗെറ്റ്സ് വേണ്ട. ആ ഗെറ്റ്സിന്റെ എസ് ആണ് നമ്മൾ എവിടെ ചേർത്തത്? ഡൂബി ചേർത്തത് ഡസ് ആക്കിയത്. യെസ്, അവിടെ വരുന്നത് ഹി ഡസ് നോട്ട്. ഹി ഡസ് നോട്ട്. ഷീ ആണെങ്കിൽ എന്ത് വരും? ഡസ് നോട്ട്. ഷീ ഡസ് നോട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു കാര്യം നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അതായത് നമുക്കറിയാം, അമ്മ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറില്ല. അപ്പൊ നമുക്ക് പറയാം മൈ മദർ ഡസ് നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. മൈ മദർ ഡസ് നോട്ട് യൂസ് ഹോട്ട് വാട്ടർ. എന്റെ അമ്മ ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല. അതല്ലെങ്കിൽ മൈ മദർ ഡസ് നോട്ട് യൂസ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. അതൊക്കെ ഡസ് നോട്ട് വെച്ച് പറയാം. അതും വേണമെങ്കിൽ അമ്മയാവാം, അല്ലെങ്കിൽ മൈ ചൈൽഡ് ആക്കാം. എന്റെ കുട്ടി അല്ലെങ്കിൽ എന്റെ മകൻ ചെയ്യാൻ പാടില്ല, ചെയ്യാത്ത, സ്ഥിരമായിട്ട് ചെയ്യുന്നത്. കാരണം ഡസ് നോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സഫീന ഡസ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ ING വരില്ല. ആ ING കളയാം. അത് ING രണ്ടും പറഞ്ഞാൽ കറക്റ്റ് ആണ്. മൈ ഡോട്ടർ ഡസ് നോട്ട് വാച്ച് ടെലിവിഷൻ. അപ്പൊ സഫീന യെസ്, സഫീന ഇല്ല. സവിത. സവിത പറയൂ. സവിതയുടെ കുട്ടികളോ അല്ലെങ്കിൽ സവിതയുടെ അമ്മയോ അച്ഛനോ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു 5 എണ്ണം പറയും. Okay, my mother doesn't drink milkshake. Sir? My husband does not eat fish. Okay. My father doesn't usually travel. Yes. My husband doesn't eat junk foods. Yes. My mother-in-law doesn't drink cold water. Yes. And my brother doesn't watch TV. Okay. Very good. നമ്മുടെ സവിതയുടെ മൈക്കിന് എന്തോ സാങ്കേതിക തകരാറുള്ളതുകൊണ്ടാണ് അത് കേൾക്കാതെ പോയിട്ടുള്ളത്. ഓക്കെ. വെരി ഗുഡ്. ഇനി വേറെ ആർക്കെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ? ഓക്കെ. അമ്മ പറയുന്നു മൈ ചൈൽഡ് ഡസ് നോട്ട് ഈറ്റ് സ്പൈസി ഫുഡ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. My kids does not use milk. അപ്പൊ അവിടെ കിഡ്സ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു കുട്ടിനെ മതിയുള്ളൂ. എന്നാലും ഡസ് നോട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനോട് ദൂരോട്ട് പറയേണ്ടി വരും. My husband does not use hair dye. Yes, my husband does not use hair dye. Yes. My grandparents does not use scooter. Okay, very good. My father does not use sugar items. Anupriya പറയുന്നു കറക്റ്റ് ആണ്. ഓക്കെ. മൈ ഫാദർ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു കാര്യം, അതിന് നമ്മൾ എന്ത് പറയും? ഡസ് നോട്ട് പറയും, അല്ലെങ്കിൽ ഡു നോട്ട് പറയും. അപ്പൊ ഡസ് നോട്ട് വേണോ ഡു നോട്ട് വേണോ എന്നുള്ളത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു, തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം വി ക്യാൻ യൂസ് ഐദർ ഡസ് നോട്ട്, വി ക്യാൻ യൂസ് ഐദർ ഡു നോട്ട്. ഡു നോട്ട് ഉപയോഗിക്കണോ ഡസ് നോട്ട് ഉപയോഗിക്കണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട് ആയിരിക്കും. യെസ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഹെയർ ഡൈ ഉപയോഗിക്കാറില്ല. മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് യൂസ് ഹെയർ ഡൈ എന്ന് പറഞ്ഞു. യെസ്.
ഓക്കെ ബിബിന. അപ്പൊ നമുക്ക് വേണം എന്തെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ചോദ്യമാക്കി മാറ്റുക. നിന്റെ ഹസ്ബൻഡ് ഹെയർ ഡൈ ഉപയോഗിക്കാറുണ്ടോ? അപ്പൊ നിന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ സിംഗുലർ അല്ലേ, അപ്പൊ അവിടെ എന്ത് വരും? ഡസ് വരും. അപ്പൊ അത് ചോദ്യമായതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഡസ് എന്നുള്ളത് ആദ്യം പറയും. നേരത്തെ ഡു നമ്മൾ ആദ്യം പറഞ്ഞ് ചോദ്യം ആക്കിയതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡസ് എന്നുള്ളത് ആദ്യം പറയുന്നു, എന്നിട്ട് എന്താക്കുന്നു? ചോദ്യമാണ്. അപ്പൊ എങ്ങനെ വരും? ഡസ് യുവർ ഹസ്ബൻഡ് യൂസ് ഹെയർ ഡൈ? ഓക്കെ ജാസ്മിൻ, അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടിയാണ്. ഡസ് യുവർ ഹസ്ബൻഡ് യൂസ് ഹെയർ ഡൈ? റീത മേഘളയ അല്ലെ ഡസ് ആദ്യം പറയാം കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് അതൊരു ചോദ്യമാക്കി മാറ്റുമ്പോ ഡസ് എന്നുള്ളത് ആദ്യം വരും. ഡസ് യുവർ ഹസ്ബൻഡ് ഈറ്റ് ഫിഷ്? കേട്ടോ സൗമ്യ, കറക്റ്റ് ആണ്. നിന്റെ ഭർത്താവ് മത്സ്യം കഴിക്കാറുണ്ടോ? യെസ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഹസ്ബൻഡ് മാറ്റിയിട്ട് യുവർ ചൈൽഡ് ആക്കാം. ഡസ് യുവർ ചൈൽഡ് സ്റ്റഡി വെൽ? നിന്റെ കുട്ടി നന്നായിട്ട് പഠിക്കാറുണ്ടോ? ആൻസി പറയുന്നു മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് യൂസ് മേക്കപ്പ് ഐറ്റംസ്. എന്റെ ഭർത്താവ് മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാറില്ല. യെസ്, വെരി ഗുഡ്. അങ്ങനെ ഡസ് നോട്ടും ഡു നോട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡസ് യുവർ ഹസ്ബൻഡ് ഡ്രൈവ് കാർ? നിന്റെ ഭർത്താവ് കാർ ഓടിക്കാറുണ്ടോ? ഹസ്ബൻഡ് മാറ്റാം, മദർ ആക്കാം, ഫാദർ ആക്കാം, അല്ലെങ്കിൽ ചൈൽഡ് ആക്കാം, ഡോട്ടർ ആക്കാം, ബ്രദർ ആക്കാം, അത് എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം. ഡസ് യുവർ ഫാദർ ഈറ്റ് ഷുഗർ ഐറ്റംസ് കഴിഞ്ഞിട്ട് അനുപ്രിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടാം. ചോദ്യമാണത്, ചോദ്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എന്തുകൂടി ചെയ്യാം? മാർക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഞാൻ ഇന്ന് ഈ പറഞ്ഞത് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും ഇന്ന് ഞാൻ പറഞ്ഞത് തമ്മിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ആര്യ കറക്റ്റ് ആണ്. അപ്പൊ നിഷിത കറക്റ്റ് ആണ്. യെസ് 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 കറക്റ്റ് ആണ് നിഷിത. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ 2 ക്ലാസ്സിൽ കൂടെ നമ്മൾ നോക്കിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്ഥിരം, ഹാബിച്വൽ ആക്ഷനുകൾ, ഹാബിറ്റ്, സ്ഥിരമായിട്ട്. യെസ്, സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ സിംഗിൾ സബ്ജക്റ്റ് വരുമ്പോൾ വെർബിന്റെ കൂടെ ഒരു എസ് ചെയ്യാറുണ്ട്. അപ്പോ അത് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് വരും, അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. അപ്പൊ ഡു നോട്ട് വരണമെങ്കിൽ, ഡസ് നോട്ട് വരണമെങ്കിൽ അത് സബ്ജക്റ്റിന് നോക്കിയിട്ട് ഓക്കെ ഫർസാന ശരിയാണ്, അത് സബ്ജക്റ്റ് നോക്കിയിട്ട് ആയിരിക്കും നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ സുമിത കറക്റ്റ് ആണ്. അതാണ് വീണ്ടും നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ ബിന്ദു കറക്റ്റ് ആണ്. എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വരും ഇങ്ങനെയുള്ള വാചകങ്ങൾ. യെസ്, ഓക്കെ വെരി ഗുഡ്. അപ്പോ അത് നമ്മളിങ്ങനെ പറഞ്ഞത്. ഓക്കെ രശ്മി, അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ഡു നോട്ട് വരും, ഡസ് നോട്ട് വരും. അത് തന്നെ നമുക്ക് ചോദ്യമാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ചോദ്യമാക്കി മാറ്റണമെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറയണം. അപ്പൊ ഇവിടെ ഇല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സഫീറ. കെയും എന്ന് പറഞ്ഞ പാസ്റ്റ് ആണ്. ഡസ് കഴിഞ്ഞിട്ട് പിന്നെ പ്രസന്റേഴ്സേ വരാവും, കം നാക്കാം കേട്ടാ. യെസ്, ഓക്കെ. അപ്പോ ഡസ് നോട്ട്, ഡു നോട്ട്, ഡു ആദ്യം, ഡസ് ആദ്യം, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ്? സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ മറിയ കുട്ടി, യെസ്, ഓക്കെ രശ്മി, യെസ്. അപ്പോ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് വരിക, സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കുക. ഓക്കെ ഷാൽസ, അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് നമ്മൾ നോക്കി പറഞ്ഞ് മനസ്സിലാക്കിയത്. പിടികെട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു.
സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ദിവസം നമുക്ക് അടുത്ത ഒരു ടെൻസിലോട്ട് നമുക്ക് പോരാം. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു വേറെ ചെറിയൊരു ടാസ്ക്, ഒരു ചെറിയൊരു ആക്ടിവിറ്റി നമ്മൾ പറയുകയാണ്. അപ്പൊ ഇവിടെ കാരണം ഇപ്പോ ധൈര്യമുള്ള ഒരാളുണ്ടോ? ഒന്ന് അല്ല, ധൈര്യമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരാളുണ്ടോ? ഒന്ന് യെസ്, ബിന്ദുവാണോ അല്ലേ? Who has got? Okay. ആൻസി, ആൻസിക്കാണ് ധൈര്യം കൂടുതലല്ലേ? ആൻസി, ആൻസി, ആൻസിക്ക് റിയാക്ട് ചെയ്യണമല്ലോ. യെസ്. ഓ, എന്താണ് ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നത്? 83 പേര്. ഹലോ ആൻസി പറയൂ. ആൻസി, ആൻസി വന്നു. ആൻസി, രണ്ടുപേരെ കൂടി വിളിച്ചോളൂ. ആൻസിക്ക് ഒരു ധൈര്യത്തിന് രണ്ടുപേരും കൂടി വിളിക്കും. ആൻസി ഇഷ്ടമുള്ള രണ്ടുപേരെ. റീത്ത വരും. ആദിത്യ. റീത്തയും ആദിത്യയും വരും. റീത്ത ഇല്ല. ആൻസി, ആദിത്യ, ബിന്ദു, ഫാത്തിമ. ബിന്ദു ആൻഡ് ഫാത്തിമ. ബിന്ദു റെഡിയാണ്. ഫാത്തിമ ഇല്ല. അഭിരാമി. അഭിരാമിയുമില്ല. ഇനി ആരെങ്കിലും ആണ്? ഞാൻ റെഡി എന്ന് പറഞ്ഞ ബിന്ദു ഉണ്ട്, ആൻസി ഉണ്ട്, രണ്ടുപേരും ഉണ്ടല്ലോ. ഫാത്തിമ ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ ബിന്ദു ഉണ്ട്, ആൻസി ഉണ്ട്, ഫാത്തിമ ഉണ്ട്. സോ ഐ ആം ഗോയിങ് ടു ആസ്ക് യു 6 or 7 questions. All your answer should begin with the letter B. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓണത്തെ കുറിച്ച് ചോദിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ആൻസർ ആരംഭിക്കുന്നതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ബി എന്നായിരിക്കും. ബി, ഇംഗ്ലീഷ് ലെറ്റർ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആൻസറാണ് നിങ്ങൾ പറയുന്നത്. യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ബി. ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കും. യെസ്, ആർ യു റെഡി? നമുക്ക് കേൾക്കുന്നില്ലേ? യെസ് സാർ, സൗണ്ട് ഒന്ന് നിൽക്കിയിട്ട് ഒരു മിനിറ്റ്. യെസ്, കേൾക്കാമോ? അത് തന്നെ. രശ്മി, ആ ബി അല്ല, വെറും ബി. അപ്പൊ നമുക്ക് അവർക്ക് ആലോചിക്കാനായിട്ട് നമുക്കൊരു 45 സെക്കൻഡ് കൊടുക്കാം. ആ 45 സെക്കൻഡ് കഴിഞ്ഞിട്ടും അവർ ഉത്തരം പറയുന്നില്ല എങ്കിൽ അടുത്തൊരാൾക്ക് ആർക്ക് വഴി ആൻസർ പറയാവുന്ന കേട്ടോ. ഓക്കെ. വെരി സിമ്പിൾ. Okay, Rashmi. Okay, I will do this. The question is this. First answer. The question is this. First question. The structure, structure, the structure built across the river. The structure that built across the river. Your answer is right. Simple അല്ലേ? അവർക്ക് ചാൻസ് കൊടുത്ത് അവർ പറയട്ടെ ആദ്യം. ഓക്കെ, യുവർ ആൻസർ ഈസ് റൈറ്റ്. അതിന്റെ സ്ട്രക്ചർ നദികളെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ
കുറുകെ നമ്മളുണ്ടാക്കുന്ന സ്ട്രക്ചറിന്റെ പറയുന്ന പേര് ബ്രിഡ്ജ് എന്നാണ്. അതിന് ഫസ്റ്റ് ലെറ്റർ എന്ന് തോന്നുന്നു ബി വന്നു. സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, വെരി 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 സിമ്പിൾ. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. A kind of clothing, CLOTHING. കേൾക്കുമ്പോൾ മനസ്സിലാവാതിരുന്നോ എന്നറിയാൻ വേണ്ടി സ്പെല്ലിംഗ് കൂടി പറഞ്ഞു കേട്ടോ. A kind of clothing that keeps you warm. WARM. That keeps you warm. ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ്. ഇവിടെ രശ്മി പറഞ്ഞു, എന്നാലും ബ്ലാങ്കറ്റിന് തന്നെ ഓക്കെ, ഫാത്തിമ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എ കൈൻഡ് ഓഫ് ക്ലോത്തിങ്, ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രം അല്ലെങ്കിൽ തുണി. ദാറ്റ് കീപ്സ് യു വാം, അത് നിങ്ങൾ എപ്പോഴും ചൂടുള്ളതായിട്ട് നിലനിർത്തും. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ബ്ലാങ്കറ്റ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഫീറ ക്ലിയർ ആയി ചോദ്യം കേൾക്കുന്നില്ല. മറ്റുള്ളവർക്ക് കേൾക്കാമോ? ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അതേ പ്രോബ്ലം ഉണ്ടോ? കേൾക്കാം സർ. കേൾക്കാല്ലേ? ഓക്കെ ഓക്കെ, കേൾക്കാമെന്ന് പറയും സഫീറ. ടെക്നിക്കൽ നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് നോക്കട്ടോ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വോളിയം കൂട്ടിയിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനദർ വേർഡ് ഫോർ സ്റ്റാർ. STIRT. അനദർ വേർഡ് ഫോർ സ്റ്റാർ. Begin. Okay, beginning. Is the correct answer. Another word for start. Beginning. That is the correct answer. Yes. Next question. A spherical. SPHERICAL object used to play games. ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോൾ എന്ന് പറയണ്ട, ബോൾ. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ആ ഷേപ്പ് വരുമ്പോ ബോൾ. ബോൾ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കേക്ക്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കേക്ക്. Baking. ബേക്കിംഗ്. Baking ആണ്. Baking. Baking. The process of making cake. Okay. Correct. Now I will ask you one more question. ഒരു ചോദ്യം കൂടി ചോദിക്കാം. Yes. To talk. Talk highly about yourself. To talk highly about yourself. Biography. Biography ആണോ സാർ? ശബ്ദം കുറവാണ്. ബയോഗ്രഫി. ബയോഗ്രഫി എന്ന് പറയുന്നില്ല, അത് നമ്മളെ കുറിച്ച് പറയുന്നതല്ലേ. അത് വേറെയാണ്. Talking about ourselves ആണോ? അതെ അതെ. I will repeat the question. To talk highly. ആ വാക്കുണ്ട്. Highly about yourself. ബൂസ്റ്റിംഗ്. യെസ്. ബൂസ്റ്റർ. അപ്പൊ നമുക്ക് 1 മിനിറ്റ് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. രശ്മി കറക്റ്റ് ആൻസർ പറഞ്ഞായിരുന്നു. POAST. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ. അതിന്റെ പിന്നെ ബ്രാൻഡ്, BRANG, ബ്രാൻഡ്. ഇടത്ത് അത് അങ്ങനെ വരുന്നതാണ്. നമ്മളെ കുറിച്ച് തന്നെ ഉയർത്തി പറയും. ബയോഗ്രഫി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറയുന്നത്. യെസ്. ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. The meal of the day. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അതായത് ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ബ്രഞ്ച്. ഓക്കെ. BRUNCH. അതായത്
രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കലത്തെ ഭക്ഷണവും കൂടി ഒരുമിച്ച് നമ്മൾ 11 മണി കഴിയുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് BREACH. ഓക്കെ, അപ്പോ നിങ്ങളോട് ഞാൻ 7 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ 7 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ 7 ചോദ്യത്തിൽ 6 എണ്ണത്തിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. യുവർ ആൻസർ വാസ് വെരി റൈറ്റ് ആൻഡ് യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. അപ്പോ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്ത ഒരു 3 പേര് വന്നേ. ഒരാളെ ഞാൻ തന്നെ വിളിക്കാം. രശ്മിനെ പറയട്ടെ. രശ്മിക്ക് ഉത്തരങ്ങളൊക്കെ കുറച്ച് നിശ്ചയമുണ്ടെന്ന് തോന്നുന്നു. രശ്മിയാണ് ആദ്യം ഉത്തരം എഴുതിയിരുന്നത് അല്ലെ? രശ്മി, അത് കുഴപ്പമില്ല, ടീമിന് കിട്ടിയല്ലേ കിട്ടൂ. യെസ് യെസ്. അപ്പൊ ഇത് എന്താണ് പറഞ്ഞോളൂ. രണ്ടുപേരും വിളിച്ചോളൂ. രണ്ടുപേരെ ലക്ഷ്മി വിളിച്ചോളൂ. അമ്മുവിടെ റെഡിയല്ലേ അമ്മു? ഓക്കെ, അപ്പൊ അമ്മു റെഡിയാണ്, രശ്മി റെഡിയാണ്, അമ്മു റെഡി. ഒരാളോട് വിളിച്ചോളൂ രശ്മി. വൺ മോർ പേഴ്സൺ. ഒരാളെ കൂടി രശ്മി വിളിച്ചോളൂ. സഫീറ. സഫീറ സഫീറ യെസ്. സഫീറ എവിടെ പോയി? സഫീറ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ശ്രീലക്ഷ്മി. അപ്പൊ നമുക്ക് വേറെ ആളെ പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇല്ലേ? ശ്രീലക്ഷ്മിയും നോട്ട് റിയാക്ടിങ്. ഉണ്ട് സർ, പറഞ്ഞു. യെസ്. ശ്രീലക്ഷ്മി ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ശ്രീലക്ഷ്മി? ഓക്കെയാണ് സർ, പറഞ്ഞു. ഓക്കെയാണ്. ഓക്കെ ഓക്കെ. അതിന്റെ 3 പേര്, രശ്മി, അമ്മു ആൻഡ് ശ്രീലക്ഷ്മി. നിയമങ്ങൾ വീണ്ടും പറയുന്നില്ല, നേരത്തെ പറഞ്ഞ അതേ നിയമങ്ങൾ തന്നെ. ചോദ്യം ചോദിക്കുന്നു. യുവർ ആൻസർ ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ ബി. ബി എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. അത് മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ. നേരത്തെ അവർ പറഞ്ഞതിനേക്കാളും എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. A sibling, SIBLING. Brother. It's a correct answer. Very good, very good. Brother. Siblings എന്ന് പറയാനല്ലേ ബയോഡേറ്റയിലൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. Brother. Or it can be this. Yes, very good. ഇനി ഞാനൊരു സംഗതിയുടെ പേര് പറയാണ്, അതെന്താണെന്ന് പറഞ്ഞാൽ മതി. വെയർ, WEAR, വെയർ, ധരിക്കുക എന്നുള്ളത്. വെയർ ഇറ്റ് across your waist. Belt. Is the correct answer. Srishmi, you are independent. Okay. Wear it across your waist. That is called belt. Okay, that's belt. Then the opposite of dull. 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 Bright. Bright. Is the correct answer. Bright. Okay. ഫാത്തിമയും പറഞ്ഞിട്ടുണ്ട്, മാൻസിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ടീമിൽപ്പെട്ടവര് പറഞ്ഞതുകൊണ്ട് അവർക്ക് തന്നെ അത് പോട്ടെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചെസ് പീസ്. ചെസ് കളി. പീസ് PIECE പീസ്. എ ചെസ് പീസ് that moves diagonally. Bishop. Is the correct answer. Okay. ചെസ് കളിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. Chess move that moves diagonally. Okay. And next question is very simple. A large vehicle carrying people.
Bus. Yes, that is a very simple question that you can ask. One more question. Question is this: facial, F-A-C-I-A-L, facial hair, H-A-I-R, Beard. Beard. beard, correct ആണ്. Facial hair, beard, താടിയാണ്. Very good, very good, very good. Okay. B ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. Your performance marvelous and super. ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാനുള്ള സമയം 12 മിനിറ്റേ അതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യു ആർ ഇന്റലിജന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. Thank you, sir. യെസ്, രണ്ടാമത്തെ ടീമും ആദ്യത്തെ ടീമും ഒരുപോലെ പ്രാധാന്യം വഹിക്കുന്നു. യെസ്, ഏതെങ്കിലും ശ്രദ്ധയെ വേറെ വിഷയത്തിലോട്ട് കൊണ്ടുവരിക. അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇത് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പോ ചർച്ച ഞാൻ ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങി വെക്കാനായിട്ട് ഒരാൾ വേണം. യെസ്, ആര് വരുന്നു? യെസ്, ആരാണ്? നമ്മൾ അന്ന് പറഞ്ഞില്ലേ 2025 നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞതുപോലെ അടുത്തൊരു വിഷയം ഞാൻ പറയുന്നു. നിങ്ങൾ ആ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. എന്റെ അഭിപ്രായം ഇതാണ്. മറ്റുള്ള അഭിപ്രായം എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. മൈ വ്യൂ അക്കോർഡിംഗ് ടു മീ, ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്. യെസ്, രശ്മി. സർ രശ്മി എന്നെ വരിക. ഓക്കെ, എന്താ സർ ക്വസ്റ്റ്യൻ? ചോദ്യത്തിലോട്ട് വന്നിട്ടില്ല. ഗെറ്റ് റെഡി. ഓക്കെ, Okay, sir. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ രശ്മിയോട് ചോദ്യം ചോദിക്കുകയാണ്. രശ്മിയോടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രശ്മിയോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാണ് ചോദ്യം. അപ്പൊ രശ്മി ആദ്യം ഉത്തരം പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർ പറയുന്നു. അപ്പൊ അത് മാത്രമുള്ള എല്ലാ ആൻസർ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാർ, ഒരു സിനിമാ നടനാണ്. അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. പത്രക്കാര് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വാചകം പറഞ്ഞു: മലയാള സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ്. സീരിയലുകൾ. ഓക്കെ സഫീറ, എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നൊരു പ്രസ്താവന പുള്ളി പറഞ്ഞു. അപ്പോ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ആളുകൾ പറഞ്ഞു. അപ്പൊ കുറച്ചു പേര് പറഞ്ഞത് ശരിയാണ്, മലയാള സീരിയലുകൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് കുടുംബങ്ങളില് അത് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുണ്ട്. സമയനഷ്ടം, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകള്, എല്ലാ അമ്മായിയമ്മമാരും എങ്ങനെയാണോ, എല്ലാ മരുമക്കളും എങ്ങനെയാണോ എന്നുള്ള ചിന്ത വരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു മെച്ചവുമില്ല. അതുകൊണ്ട് ഒരു സെൻസറിങ് അത്യാവശ്യമാണ്. പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായം ശരിയാണ്. അത് ഒരു വിഭാഗം. രണ്ടാമത്തെ മറ്റൊരു വിഭാഗം പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പുറത്തൊന്നും ഞങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങളുടെ ഏക ആശ്രയമാണ് സീരിയല്. ആ സീരിയൽ ഞങ്ങൾ കാണുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? മാത്രവുമല്ല, ഈ സീരിയൽ എന്ന് പറയുന്ന മേഖല ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ്. അത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും, അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, അഭിനയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പാചക തൊഴിലാളികൾക്ക്, അങ്ങനെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്ലി ഇറ്റ് ഗീവ്സ് എംപ്ലോയ്മെന്റ് ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന മേഖലയാണ്. പിന്നെ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോർ ആർട്സ്, കലാരീതിയിലും മാത്രമേ കണ്ടെച്ചാൽ മതി എന്ന അഭിപ്രായമുള്ള രണ്ട് അഭിപ്രായങ്ങളും. ഇത് രണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ല, കാരണം ഇത് നിങ്ങൾ ഓക്കെ കേൾക്കുന്നില്ലേ? സിനി പറയണത് മനസ്സിലാവുന്നില്ലേ? Yeah, sir, I support Mr. Prem Kumar. അല്ല, അത് ഓക്കെ അല്ലേ? സിനി ഇവിടെ വേറൊരു കാര്യം ചോദിച്ചു. ഓക്കെ ഇത് നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യും. ഓക്കെ യെസ്, ഓക്കെ. അപ്പോ രശ്മിക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കാരണങ്ങൾ കൂടി പറയാം. ഐ സപ്പോർട്ട് പ്രേംകുമാർ ഓൺ ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ ഗ്രൗണ്ട്സ്. അതാണ് നമുക്ക് വേണ്ടത്.
Your answer? Yes, start. You start your answer. Okay. Parnal Vishnu. Sir, I support Mr. Prem Kumar. Whatever Hmm. he said is, I feel it's correct. It creates nowadays these serials create a negative atmosphere in the household, Yes. and it's very addictive, and it affects the family life also. Yes. അപ്പൊ രശ്മിയുടെ അഭിപ്രായം പറഞ്ഞു. Okay, Sini. Okay. Okay, Sini. Okay. We will give you the chance next time. Okay, don't worry. Okay. So Rashmi, what is your opinion? Hello, sir. What is your opinion? In my opinion, Ah. I'm also support Prem Kumar, sir, Yes. because I think all the family members are addicted to these serials, Yes. and their content was very negative. Negative content. Okay. Yes. Negative promoting in other people's, like Okay, a Sini. family. പറഞ്ഞു സുരേഷ് പറഞ്ഞു. Their content is negative. Okay. പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ? സുരേഷ് കണ്ടിന്യൂ. So അത്രേ ഉള്ളൂ. വെരി ഗുഡ് സുരേഷ്മി അത് വളരെ മനസ്സിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. ഓക്കെ. യെസ്, വെരി ഗുഡ്. റീത്ത നിങ്ങൾ മാറി നിൽക്കല്ലേട്ടാ. നിങ്ങൾ എല്ലാവരും രണ്ട് വാചകമെങ്കിലും പറയാം. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. സർ പോയിന്റ്സ് കിട്ടുന്നില്ല. ഒന്നിനും ക്ലിയർ ആയില്ല. അല്ല, ഇതിനെപ്പറ്റി പോയിന്റ്സ് കിട്ടുന്നില്ല. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പോയിന്റ്സുകൾ എടുക്കല്ലേ? തൊട്ട് അയൽപക്കത്തോട്ട് നോക്കി കഴിഞ്ഞാൽ പോയിന്റ്സ് എടുക്കല്ലേ? യെസ്. ഓക്കെ. അത് ഒന്നേ മനസ്സിരുത്തി ചിന്തിച്ചാൽ മതി. ഒന്നുകൂടി ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കും, അപ്പൊ പോയിന്റ് വരും. യെസ്. നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നു. ഈ പല സീരിയലുകളും 2-3 വർഷങ്ങൾ കഴിഞ്ഞു, അവസാനിക്കുന്നില്ല. കണ്ടന്റ് സെയിം ആണ്. Family interaction has also reduced because of these serials. Okay. Relationship with there is a great change. Okay. But Rita, എല്ലാവർക്കും ഞാൻ ശരിയാണ്. റീത്ത, യെസ്. റീത്ത വരുന്നില്ല. അനീഷ, ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? യെസ്, അത് പറഞ്ഞോളൂ. കീർത്തന. According to me, both the serial and according to me, in my opinion, that is a good phrase. Okay. both the serial and film is very toxic. Yes. For watching serial and film, Yes. the good meaning is received. Yes. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ എടുക്കുക, മോശം വശങ്ങൾ തള്ളിക്കളയുക. ഓക്കെ. ഞങ്ങൾക്ക് പിടികിട്ടി, മനസ്സിലായി. ഓക്കെ. ഗോ എന്ന് പറയുന്ന വാക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ. ഓക്കെ. In serial, most of the serial subject is negative and family problems. Yes. For watching this time, kids and most people are and ഒരു നെഗറ്റീവ് ഇത് നമ്മുടെ മനസ്സിലോട്ട് കയറും. Okay. They inject a negative feeling into our mind. Okay. In film, Yes. the Drishyam model films are encouraging to എന്താണ് ഉദ്ദേശിച്ചത്? നമ്മുടെ ദൃശ്യ മോഡൽ ഫിലിം ഈയിടെ ഒരു കൊലപാതകം നടന്നില്ലേ?
അപ്പൊ അതും മോശം. മോശമായി. അപ്പൊ ഈ സീരിയൽ പോലെ തന്നെ അത് ഓക്കെ ഓക്കെ. ഇറ്റ് ഗിവ്സ് ആൻ എൻകറേജ്മെന്റ് ടു ഡു എ ക്രൈം അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ. Kirtana, let me ask you one more question. Why don't you see art? It is a for art. കലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്, വാചകമുണ്ട്. കലയ്ക്ക് കല കലാപരമാണ്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ യാതൊന്നില്ല എന്ന് മാത്രം കണ്ടെച്ചാൽ മതി. ബോത്ത് സീരിയൽ ആൻഡ് ഫിലിം ഈസ് ആർട്ടോ? ആർട്ട്. Yes. Suppose that if you get a chance to act in a serial, will you act? No. You will get 10,000 rupees per day. Will No. you receive offer? Suppose that you will get 10,000 rupees per day. In a month, 20 days, you will have the shooting. Then you will get 2 lakh rupees per month. Will you receive the offer? No, I don't like acting. Yes. Oh, you are such a dedicated woman. Very good, very good. Okay, 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 okay. Sir, even I don't like. I don't like to act in serials. Okay, okay, okay. Rashmi also don't like to act in serial. Okay. Soumya. I don't want myself to get trolled on social media. Yes. Okay, 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 okay. Soumya. Sir. Okay. What is your opinion about the issue? ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് സിനിമയുടെ കാര്യമാണോ സാർ? സീരിയലിന്റെ സൗണ്ടിൽ പറഞ്ഞോളൂ, ശബ്ദത്തിൽ കുറവാണ്. ഓക്കെ. സിനിമയുടെ കാര്യമാണോ അതോ നമ്മുടെ പ്രേംകുമാറിന്റെ ചർച്ചയുടെ കാര്യമാണോ സാർ പറയുന്നത്? ഓക്കെ, അത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. സാറ് ഉദ്ദേശിച്ചതേ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണോ? ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതായത് സീരിയലിൽ അഭിനയിക്കുന്നതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് ആണോ ഉദ്ദേശിക്കണത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതായത് എന്തുകൊണ്ടാണ് സീരിയലിന് അനുകൂലി സിനിമ. അതിന്റെ ഉദാഹരണം പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞു സംസാരിച്ച കുട്ടി അത് സൂചിപ്പിച്ചു പോയതാണ്. സീരിയൽ പോലെ സിനിമയും ഉണ്ട്. അത് സിനിമയും സീരിയലും നമ്മൾ സീരിയൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. യെസ്. In my opinion, film and serial are entertainments. Both are entertainments. Most of the ladies are getting them to outside or their husbands. They are not giving their life better happy or more joyful. So they want to go there. They want to spend their time, and they have no work at home. So they want to spend more time inside the TV and get more joyful. യെസ്. അതെ, സൗണ്ടിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്കത് പൂർണ്ണമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് വ്യക്തമായില്ല. രശ്മി കറക്റ്റ് ആയിട്ട് കേട്ടായിരുന്നോ? സൗമ്യ പറഞ്ഞത് കേട്ടായിരുന്നോ കറക്റ്റ് ആയിട്ട്? ഇല്ല സർ, ഇടയ്ക്കിടയ്ക്ക് അത് ബ്രേക്ക് ആവുന്നു സൗണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സൗമ്യ. എനിക്ക് പ്രശ്നമായിരിക്കും അവിടെ. ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ, ഒരു ചാൻസ് കൂടി തരാം. ഓക്കെ, ഒന്ന് ആലോചിച്ച് വെച്ചു, പോയിട്ടൊക്കെ ആലോചിച്ച് വെച്ചു. ഓക്കെ ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അത് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാ സംസാരിച്ചത്, അതായിരിക്കും ചിലപ്പം. പറഞ്ഞോളൂ. In my opinion, both serials and films are entertainments. Yes. Every serial or film have merit and demerits. Yes. Most of them in this discussion, Rashmi Chechi and other one all told that every serial and film have most of them demerits only. Yes. No one told the merits of the serials or film. Oh, yes. The actors, they are men or they are people. They want to make their life more joyful or expensive. Yes.
they only mean to entertain the other people Yes. or make the people happy or joyful, or they want to make their time more precious. Yes. Then many ladies or grandparents have no work at home. Yes. They want to spend their time. So Yes. they watch TV or movies in the TV. Yes. I am also have the opinion that the TV and in this film have demerits. Yes. Many family problems will arise according to this serial problems. Yes. Grandmas, grandparents, and the children will have more gap. Yes. പറഞ്ഞോളൂ സൗമ്യ, പറഞ്ഞോളൂ. The family relationship will lose. The communication will decrease. Many men does not get food from by watching this TV by Yes. the woman. Yes. Okay. There will arise many family problems, accidents, killing. Yes. That's so sad. Okay. Very good. Okay. Sir, so basically you should have the wisdom to choose what is right, what is wrong. Yes. Okay. സൗമ്യയുടെ ഉള്ളിലുള്ള പറയാനായിട്ടുള്ള എന്താ പറയാ ത്വരയെ അത് ഇരിക്കുന്നു. അതിന്റെ ആ ഒരു ഞങ്ങൾ ഉൾക്കൊള്ളും. ഓക്കെ. വെരി ഗുഡ്. ആയിക്കോട്ടെ സാർ. ശരി സാർ. വിഷയത്തിന്റെ കണ്ടന്റിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എല്ലാവരും ഡീമെറിറ്റ് പറയുന്നത് നല്ലത് പറയുന്നില്ല. Well done, Soumya. ബ്ലാങ്ക് അവിടെ പറയേ തെറ്റിക്കോട്ടെ. Soumya, well done. ആയിക്കോട്ടെ രശ്മി ചേച്ചി. താങ്ക് യു രശ്മി ചേച്ചി. നന്നായിട്ടുണ്ട്. ഓക്കെ. അനുപ്രിയ. യെസ് അനുപ്രിയ. ഒരാളും കൂടി. ശ്രീലക്ഷ്മി. സാർ ഞാൻ ശ്രീലക്ഷ്മി. അഭിരാമി പറഞ്ഞോളൂ. വെരി ഗുഡ്. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. In my opinion, I supported Prekumar sir. Serials are affected our family. Then serials contents negative imagery in families. Watching the serials and communication is entered the family. Yes. True, sir. Okay. That is all. അല്ലേ? Very good, അഭിരാമി. Okay, very good. നല്ല ആക്ച്വലി ഭാഷകളാണ് പറഞ്ഞത്. Okay. Very good. Thank you, sir. Sir, boys ille? ഓക്കെ. ഇനി ആരാണ്? Who is next? Boys ille? അത് ശരിയാണ്. ഞാനതൊക്കെ പറയാൻ വേണ്ടി വരികയായിരുന്നു. അപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ഇപ്പൊ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിചാരിച്ചു. അപ്പൊ ഏതായാലും രശ്മി ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം. ബോയ്സിന്ന് ആരും ഒന്നും അഭിപ്രായം പറഞ്ഞില്ലല്ലോ. യെസ്, കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറയാൻ പ്രാപ്തരായിട്ടുള്ളത് അവരാണ്. കാരണം ദേ സഫർ ഇറ്റ്. ഗുഡ് ഓർ ബാഡ് ആണെങ്കിലും സഫർ ചെയ്യേണ്ടി വരുന്നത് അവരാണ്, അല്ലേ? വെരി ഗുഡ്. അപ്പോ പറയൂ, എനി ബോയ്സ്? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറഞ്ഞ ഒരാളില്ലേ? ഷാൻഡോ. അവരാരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനി ആരാണ് പറയുന്നത്? ഒരാൾക്ക് കൂടി അവസരം തരാം. യെസ്. എനിബഡി? ബിന്ദു? ഹലോ സാർ. ഓക്കെ, റെഡി അല്ലേ? പറയണ്ട എങ്ങനെയാന്ന് അറിയില്ല സാർ. ഇംഗ്ലീഷിൽ പറയൂ. ഓക്കെ, പഠിക്കണം. ബിന്ദു ഒരു കാര്യം ചെയ്യാം. ബിന്ദു പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി വെച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടാൽ മതി.
നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചർച്ച ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എടുത്തത് രശ്മിക്ക് ഒരു അവസരം തരാം. രശ്മിയും കുറച്ചുകൂടി ഭംഗിയായിട്ട് പോയിന്റുകളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ശരിയായിട്ട് Okay, sir. ഒരു അവസരം ഞാൻ റെഡി. റെഡി ആണെങ്കിൽ നമുക്ക് Okay, sir. Points എഴുതി വെക്കാം. Points എഴുതി വെക്കാം. Shall make notes of. പോയിന്റ് എഴുതിയിട്ട് അതിനെക്കുറിച്ച് രണ്ട് ഭാഗത്ത് പ്രസംഗിക്കുന്ന പോലെ നിങ്ങൾ പറയുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം സീരിയൽ അനുകൂലിക്കുന്നതായിരിക്കും. അത് ഞാൻ അനുകൂലിക്കുന്നു. അപ്പൊ ഡിബേറ്റ് അല്ലേ? അപ്പൊ അനുകൂലിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയാൻ ഇങ്ങനെ കാരണം കൊണ്ട് അനുകൂലിക്കും. നേരത്തെ ഞാൻ പാരന്റ്സ് എന്തെങ്കിലും വീട്ടിൽ ആക്ടിവിറ്റികൾ പറഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അതാണ് പറയുക. ആ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിപ്രായത്തിന് അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന കാരണങ്ങൾ പറയുക. വൈ ഐ സപ്പോർട്ട് ദിസ് ബിക്കോസ് ഓഫ് യു ആർ ഫോളോയിങ് ദിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ചർച്ച എടുത്തതിന് ശേഷമാണ് അടുത്തൊരു സെമിസ്റ്ററിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ വിഷു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ആക്റ്റീവ് ആവുക. ഇതിനെ തെറ്റിയാലും പറയും, നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കുക. തെറ്റിക്കോട്ടെ, ഞാൻ പറയും എനിക്കറിയാവുന്ന കൊണ്ട് പറയും. ഞങ്ങൾ ഇത്രയും പേരെ അറിയുന്നുള്ളൂ എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോകാം. അപ്പൊ ഓക്കെ, മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ. ഓക്കെ Okay. Okay. Bye, sir. ഓക്കെ ഓക്കെ. Hari Yoshi.